ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ജീവിത വിജയം എന്നത് നാം നമ്മുടെ ഉള്ളിൽ തന്നെ നേടിയെടുക്കേണ്ട ശക്തിയാണ്. അപ്പം നാം ചില കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അനുഷ്ഠിച്ചാൽ മാത്രമേ ആന്തരിക ശക്തി, മാനസിക ശക്തി, ആത്മശക്തി നമ്മളിൽ രൂപപ്പെടുള്ളൂ. ശക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ശക്തരാവുക എന്നത് ഉപാസന കൊണ്ട് നേടുന്നതാണ്. നിങ്ങൾ ദിവസവും ഒരു കൃത്യനിഷ്ഠമായി എണീക്കുന്നു, മന്ത്രജപങ്ങൾ ജപിക്കുന്നു, ധ്യാനം ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സിന് ശക്തി കൂടിയേ പറ്റുള്ളൂ. കാരണം എന്ത് നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായി ആവർത്തിക്കുന്നുണ്ടോ ആ പോസിറ്റീവായിട്ടുള്ള മന്ത്രങ്ങൾക്ക് ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്താൻ സാധിക്കും. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളെ ആരെങ്കിലും പരസ്യമായിട്ട് നിങ്ങളെ ഏറ്റവും മോശപ്പെട്ട പേര് വിളിക്കുക, അതും പരസ്യമായിട്ട് എല്ലാവരും വിളിച്ച് നിങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നും, നിങ്ങളങ്ങോട്ട് ഡൗൺ ആവും. എന്നെ അങ്ങോട്ട് അപമാനിച്ചു എന്ന് പറയും. അപ്പോൾ പരസ്യമായിട്ട് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മളെ പെട്ടെന്ന് ഡൗൺ ആക്കുന്നു, നമ്മുടെ ഊർജം താഴോട്ട് വലിക്കുന്നു. ഒരു വേണ്ടാത്ത ചീത്ത വാക്കിന് നമ്മുടെ ഊർജം താഴോട്ട് കൊണ്ടുവരാനുള്ള കഴിവുണ്ടെങ്കിൽ നാം ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് ഊർജത്തെ ഉണർത്താനും കഴിവുണ്ടാവില്ലേ? ചീത്തത് നമ്മളെ പ്രഹരമായി ഏൽക്കുമെങ്കിൽ ചീത്ത വാക്കുകൾ നമ്മളെ ഒരു പ്രഹരമായി നമ്മുടെ ഉള്ളിൽ കൊള്ളുമെങ്കിൽ, ആഞ്ഞു തറയ്ക്കുമെങ്കിൽ, നല്ല ചിന്തകൾ, മന്ത്രങ്ങൾ, പോസിറ്റീവ് ചിന്തകൾ നമുക്ക് ഊർജവും ശക്തിയും തരില്ലേ? അതാണ് നമ്മൾ പലപ്പോഴും വില വയ്ക്കാത്തത്. അപ്പം അതുകൊണ്ട് ദിവസവും നിരന്തരം നമ്മുടെ മനസ്സ് കുറച്ചു നേരം മന്ത്രജപങ്ങളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ ശക്തി, ആത്മശക്തി നമ്മളിൽ രൂപപ്പെടുത്തും. ആത്മശക്തി ഉള്ളവർക്കേ ജീവിത പ്രതിസന്ധികളെ ലാഘവത്തോടെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആത്മീയത ഇല്ലെങ്കിൽ ജീവിതത്തിന് ശക്തിയില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ മനസ്സിന് ശക്തി ഉണ്ടാകുന്ന സാധനകൾ അനുഷ്ഠിക്കലാണ്. ആ സാധനകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കരുത്ത് നമുക്ക് അനുഭവപ്പെടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു നിസ്സാരമായി കണ്ട് നമുക്ക് മുന്നോട്ട് കടക്കാനുള്ള കരുത്ത് തോന്നുള്ളൂ. ഇപ്പം നിങ്ങളൊരു വലിയ കുന്ന് കയറുന്നുവെങ്കിൽ ആ കുന്ന് കയറാനുള്ള ഒരു ശാരീരിക മാനസിക ബലം നിങ്ങൾക്ക് തോന്നിയാലല്ലേ കയറാൻ പറ്റുള്ളൂ. എന്നാൽ 2 അടി നടക്കുമ്പോഴേക്കും കിതയ്ക്കുക, നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി, വയറത്തൊലിച്ച് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത, കാല് വേദനിക്കണോ, മുട്ട് വേദനിക്കണോ, നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ ആകെ അസ്വസ്ഥമാകുന്നു, നിങ്ങൾക്ക് എങ്ങനെ കയറാൻ പറ്റും? ഇതുപോലെയാണ് ജീവിത പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കണമെങ്കിൽ നമുക്ക് മാനസികമായ ബലം വേണം. നായമാത്മാ ബലഹീനേന ലഭ്യ എന്നാണ്. ബലഹീനന്മാർക്കൊരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവർ പരിതപിച്ചും പരിഭവിച്ചും വിഷമിച്ചും വേദനിച്ചും വിഷാദമായും കുറ്റം പറഞ്ഞും അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ. ഈ പരിഭവം പറയുന്ന ആളുകളെ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ നാം മനസ്സിലാക്കണം, മാനസിക ദൗർബല്യമുള്ളവരായിരിക്കും അവർ. മാനസിക ദൗർബല്യമുള്ളവർക്കേ മറ്റുള്ളവരെ കുറ്റം പറയാൻ സമയം കാണുള്ളൂ. കാരണം അവരെ അത് അസ്വസ്ഥമാക്കുന്നതുകൊണ്ടാണ് അവർ കുറ്റം പറയുന്നത്. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ മോശക്കാർ, ഇവരിങ്ങനെ മോശക്കാർ, അവരങ്ങനെ. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, ഇവർ ദുർബലരാണ്. കാരണം ദുർബലരെ മാത്രമേ മറ്റുള്ളവരെ പ്രവൃത്തി അസ്വസ്ഥമാക്കുള്ളൂ. അസ്വസ്ഥത ഉള്ളിലുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അത് തൃണവത്കരിച്ച് അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർ ഈ നിസ്സാരമായതിലൊന്നും തങ്ങി നിൽക്കില്ല. മറ്റുള്ളവരെന്തോ ചെയ്തു, എങ്ങനെയൊക്കെയോ എന്തോ ചെയ്തു വെച്ച് നമുക്കെന്ത് കാര്യം? നമ്മളെന്തിനാ അതിൽ അസ്വസ്ഥരാകുന്നത്? അത് നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നമാണെങ്കിൽ അപ്പോൾ അതെന്താ കാരണം? അത് നമ്മൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുകയല്ലാതെ അതിന് കുറ്റവും കുറവും പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് മാനസികമായി ധീരരാവണം. ദുർബലന്മാരെ ദുർബലന്മാരോട് ചേരുള്ളൂ. കരുത്തന്മാരെപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.
ഇപ്പം നമ്മൾ ദുർബല മനസ്സുകൾ ചേരുമ്പോൾ, കാരണം അവർക്കതിലൊരു സന്തോഷം, അവർക്കതിലൊരു സുഖം. എന്നാൽ ധീരരായ ആളുകൾ അവർ സുഖം കണ്ടെത്തുന്നത് ഇത്തരം ദൗർബല്യങ്ങളിലല്ല. അവരുടെ പ്രയത്നത്തിലാണ്, സാധനയിലാണ്. അവരവരുടെ സമയം അതിനു വേണ്ടി ചെലവഴിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, കൂടുതൽ അവരെ കരുത്തുള്ളവരാക്കാൻ അതിനുവേണ്ടി അവർ സമയം ചെലവഴിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിമറിക്കണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്ന വഴിയിലൂടെ പോയാൽ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് കരഞ്ഞും വിഷമിച്ചും ദുഃഖിച്ചും ജീവിതം തീർക്കാം. കൃഷ്ണൻ നമുക്ക് അതിഗംഭീരമായ ലളിതമായ പാതയാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം. 34-ാം ശ്ലോകത്തിലാണ് നാം എത്തി നിന്നത്. 3-ാം അധ്യായത്തിൽ നമുക്കത് മുഴുവനാക്കാം, പൂർണ്ണമാക്കാം. ഇന്ന് ആ ശ്ലോകം ഒന്നുകൂടി ആ ശ്ലോകം നമുക്കത് വായിക്കാം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്തിനോ. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ആൻഡ് അവേർഷൻ. പകലുണ്ടോ രാത്രിയുണ്ട്. നിങ്ങൾക്ക് ഈ പെയർ ഓഫ് ഓപ്പോസിറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ജീവിതം. ഇപ്പം നിങ്ങൾക്ക് പല സാധനങ്ങളോടും ആളുകളോടൊക്കെ ഒരു ആകർഷണം തോന്നും. പക്ഷേ ഈ ആകർഷണത്തിലൊക്കെ ഒരു വികർഷണവുമുണ്ട്, ഒരു അവേർഷനുമുണ്ട്, ഒരു അകൽച്ചയുമുണ്ട്. കാരണം എന്താണ്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം, സന്തോഷം. എന്നാൽ എപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല അവരിൽ നിന്ന് കിട്ടുന്നത്, നിങ്ങൾക്കതൊരു ന്യൂയിസൻസാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊരു അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ കുറേ കഴിഞ്ഞ് അതിനോട് മടുപ്പും വിരസതയും വരും. അപ്പോൾ സ്വാഭാവികമാണ് നിരാശ വരും. നിരാശ വന്നാൽ പ്രതിഷേധിക്കും നിങ്ങൾ. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനാത്മകമാവും, ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ രാഗദ്വേഷങ്ങളെ നാം ഡീൽ ചെയ്ത് മുന്നോട്ട് പോവാൻ പഠിക്കണം. അതെന്താണ് ഈ രാഗദ്വേഷങ്ങളെ ഡീൽ ചെയ്യൽ? നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, സുഖം, സന്തോഷം കിട്ടുന്നതിനോട് ഒരു അഡിക്ഷൻ, ആകർഷണം, ആസക്തി സ്വാഭാവികമായി രൂപപ്പെടും. നിങ്ങൾക്ക് ആരിൽ നിന്നൊരു സുഖം കിട്ടുന്നുണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടോ, നിങ്ങളറിയാതെ അവരോട് അടുത്തു പോകും. നിങ്ങൾ മനഃപൂർവ്വം എടുക്കുന്നതല്ല, അങ്ങനെയുള്ള ഈ പ്രേമത്തിലേക്കൊക്കെ ആളുകൾ വീഴുന്നു. പക്ഷെ അങ്ങനെ വീണ് നമ്മൾ അടുത്തെത്തുമ്പോൾ നമുക്കൊരു ദിവസം നമ്മൾ തിരിച്ചറിയും, ഈ മനസ്സെന്നും പ്രയോറിറ്റീസ് മാറുന്നതാണ്, അതിൻ്റെ താല്പര്യങ്ങൾ മാറുന്നതാണ്. അപ്പം ഇന്നലെ വരെ നമ്മളെ ചക്കരെ, മുത്തേ, പൊന്നെ, കണ്ണേ എന്നൊക്കെ വിളിച്ച അതേ വാക്കുകൾ ഒന്ന് മിണ്ടാതിരിക്കണ്ടോ, എനിക്ക് മടുത്തു, എനിക്ക് മതിയായി എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് മൈൻഡ് ഈസ് മൂവിങ് ഔട്ട്, ഗോയിങ് ഔട്ട്. അങ്ങനെ മനസ്സ് പോകുന്ന സമയത്ത്, വിട്ടുപോകുമ്പോൾ നിരാശ, മോഹഭംഗം, പ്രതിഷേധം. നിങ്ങളുടെ മനസ്സ് അപ്പം പ്രതിഷേധം. ഒന്നുകിൽ നിങ്ങൾ മിണ്ടാതിരുന്ന് ഡിപ്രഷനിൽ പോയി ആത്മഹത്യ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധിച്ച് കുടുംബബന്ധം തകർക്കും. ഈ രണ്ടെണ്ണേ സംഭവിക്കുള്ളൂ. കുടുംബബന്ധം മാത്രമല്ല, സ്നേഹബന്ധങ്ങളൊക്കെ. കാരണം നമുക്ക് വെറുപ്പും മടുപ്പും തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, മനസ്സുകളകന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിനെ ചില പരിശീലനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണത്? നമ്മൾ മനസ്സിനെ മനസ്സിലാക്കുക. മനസ്സുകൾക്കൊരിക്കലും ഒന്നിലും ഉറപ്പിച്ച് ഒരു ജീവിതം കൊണ്ടു നടക്കാൻ സാധ്യമല്ല. മനസ്സിൻ്റെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് അത് വ്യക്തിയോടായിരിക്കും, നാളത് സുഖത്തോടായിരിക്കും, മറ്റന്നാളത് പണത്തോടായിരിക്കും, അല്ലെങ്കിൽ അധികാരത്തോടായിരിക്കും. അങ്ങനെ പലതിലേക്കും മനസ്സ് പോവും. അങ്ങനെ മനസ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരാശ,
മോഹഭംഗം, വിഷമം, വിഷാദം ഇത് വരാതിരിക്കാൻ നമുക്കെന്താണ് ചെയ്യാനുള്ളത്? അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതിനെല്ലാം മറികടക്കാനുള്ളൊരു കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ കൂടെ മറ്റു മനസ്സുകളില്ലെങ്കിൽ നാം തളരുകയല്ല വേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ കൂടെ നാം ഉണ്ടോ സുഹൃത്തായിട്ട്? നാം അതിനെ ഉണർത്താൻ തയ്യാറുണ്ടോ? നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. നാം നമ്മളോടൊരിക്കലും ശത്രുത കാണിക്കരുത്. അപ്പം അവിടെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ ഉയർത്തിയെടുക്കാൻ അതിൻ്റെ ആകർഷണം നമ്മൾ ചില സാധനങ്ങളോട് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ സാധനങ്ങളോടും വ്യക്തികളോടുമാണ് വെച്ചത്. അതിന് പകരം നിങ്ങൾ സാധനകളോട്, അതായത് സാധന എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ, നിങ്ങൾ ജപം, അങ്ങനെയുള്ള കാര്യങ്ങളോടും താല്പര്യം കാണിച്ചു നോക്കൂ. അപ്പം നിങ്ങളുടെ മനസ്സ് ക്രമേണ ശക്തി പ്രാപിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ശക്തിയുള്ള മനസ്സിനെ മറ്റൊരു മനസ്സിനെയും ഉയർത്താൻ പറ്റുള്ളൂ. ശക്തിയില്ലാത്ത മനസ്സിനൊരിക്കലും കൈപിടിച്ചുയർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ പറയുകയാണ്, നിങ്ങൾ തിങ്കളാഴ്ച വ്രതമെടുക്കണം, ഏകാദശി വ്രതമെടുക്കണം. കാരണം ഉപാസനാ ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ കരുത്തുള്ളതാക്കാൻ പറ്റുള്ളൂ, മറ്റൊരു മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റൊരു മനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ്, മോഹങ്ങൾ എന്താണ്, എന്തിനാണ് ആ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി ആ മനസ്സിനെ പക്വതയോടെ ഡീൽ ചെയ്യാൻ, വളരെ പക്വതയോടെ ഡീൽ ചെയ്യാൻ സാധിച്ചാൽ വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും പോവും. നമുക്ക് കിട്ടാത്തതിൽ കരയുകയല്ല, ഞാൻ പറയണത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം മുടങ്ങുന്നതിൽ കരയുകയല്ല, മറ്റൊരു മനസ്സ് എവിടെയോ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക, അതിനുള്ളൊരു മാർഗം കാണിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പം ആ മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരണമെങ്കിൽ നമുക്ക് ഉപാസനാശക്തി വേണം. അതിനാണ് കാലത്തൊക്കെ എണീറ്റ് നിങ്ങളോട് ജപിക്കാൻ പറഞ്ഞത്. ജപിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം ചില മന്ത്രങ്ങൾ ആവർത്തിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിൽ കൂടുതൽ ശക്തി പകർന്ന് നമുക്ക് പോവേണ്ടുന്ന വഴി, മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ടുന്ന വഴി, ഇതൊക്കെ കാണാൻ തുടങ്ങും. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, മഹാഭാരതത്തിലെ പാഞ്ചാലി എന്ന് പറയുന്ന കഥാപാത്രം. പാഞ്ചാലി കാരണമാണ് മഹാഭാരതത്തിൽ സത്യത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ പാണ്ഡവർക്ക് ഒഴിവായി കിട്ടിയത്. നമ്മൾ സാധാരണ പെണ്ണ് കാരനാണ് കുടുംബം തകരാന്ന് പറയും, പക്ഷെ അവിടെ പാഞ്ചാലി കാരനാണ് ഒരു കുടുംബം തകരാതെ നിന്നത്. ധർമ്മപുത്രർക്ക് ചൂതുകളിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, ഒരു രാജാവിന് ചൂതുകളി കുഴപ്പമില്ല, പക്ഷെ അതിനോടൊരു അഡിക്ഷൻ വന്നപ്പോൾ അദ്ദേഹം കുടുംബം പോലും മറന്നു. ദുര്യോധനൻ അത് മുതലെടുത്തു, ശകുനിയെക്കൊണ്ട് പറഞ്ഞത് മുതലെടുത്തു. ദുര്യോധനൻ കള്ളക്കളി കളിപ്പിച്ചു ശകുനിയെക്കൊണ്ട്. ശകുനിയാണ് ദുര്യോധനന് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ ഓരോന്നിലും ധർമ്മപുത്രൻ തോറ്റപ്പോൾ സ്വന്തം സഹോദരന്മാരെ പണയം വയ്ക്കുക. അപ്പോൾ നോക്കുക, സഹോദരന്മാരെ അയാൾക്ക് പ്രയോറിറ്റി ആയിരുന്നെങ്കിൽ അയാൾ ചെയ്യില്ലായിരുന്നു. പക്ഷെ തൻ്റെ കളി ജയിക്കണം. സഹോദരന്മാരെ പണയം വെച്ചു, രാജ്യം പണയം വെച്ചു. അവസാനം ദുര്യോധനൻ പറഞ്ഞു ഭാര്യയെ പണയം വയ്ക്കാൻ. അദ്ദേഹം അതും ചെയ്തു. പാണ്ഡവരുടെ പത്നിയെ കൗരവർക്ക് പണയം വയ്ക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതങ്ങോട്ട് കഴിഞ്ഞില്ലേ, ദുര്യോധനൻ അങ്ങോട്ട് കാത്തിരിക്കുന്നൊരവസരം ദുശാസനോട് വലിച്ചഴിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. പാഞ്ചാലി അപടം മുതൽ എന്തൊരു പക്വതയിലാണ് പെരുമാറുന്നു നോക്കൂ. പാണ്ഡവർ, ധർമ്മപുത്രൻ പണയം വെച്ചുപോയ പെൺകുട്ടിയാണ്. ഇന്നത്തെ പെൺകുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ ധർമ്മപുത്രൻ്റെ അടുത്ത് നിന്ന് ചെകിട്ടത്തൊന്നും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. ആരാ നിങ്ങൾ എന്നെ പണയം വയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ബഹളുണ്ടാക്കി, വേണമെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഞരമ്പ് മുറിച്ച് അവിടെ വീണിട്ടുണ്ടാവും. അതൊക്കെയാണല്ലോ ഇന്നത്തെ പെൺകുട്ടികൾ നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുക.
എന്നാൽ പാഞ്ചാലി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭീഷ്മ പിതാമഹൻ തുടങ്ങിയ ആളുകളോട് ചോദിക്കുന്നത്, ഹേ പിതാമഹ, എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം തരണം. ധർമ്മപുത്രൻ സ്വയം പണയം വയ്ക്കപ്പെട്ടതിന് ശേഷമാണ് എന്നെ പണയം വെച്ചിട്ടുള്ളത്, ആണോ? അതെ. ഒരിക്കൽ പണയം വെച്ച ഒരാൾ അടിമയായി തീർന്നാൽ അയാൾക്ക് വേറൊരാളെ അടിമയാക്കാൻ സാധിക്കുമോ? വളരെ ധാർമ്മികമായൊരു ചോദ്യം ചോദിച്ചത്. അടിമയ്ക്ക് വേറൊരാളെ അടിമയാക്കാൻ പറ്റുമോ? അടിമയ്ക്ക് വേറൊരാളെ അടിമപ്പെടുത്താൻ, അടിമയാക്കല്ല, വേറൊരാൾക്ക് അടിമയായിട്ട് കൊടുക്കാൻ സാധിക്കുമോ? മെണ്ടിയിലെ കൗരവന്മാർ. പക്ഷെ അവരിൽ പലരും പറഞ്ഞു ചോദ്യത്തിൽ വളരെ ധർമ്മമുണ്ട്, ചോദ്യത്തിൽ കാര്യമുണ്ടെന്ന്. എന്നാലും ദുര്യോധനൻ അതൊന്നും വകവെച്ചില്ല. പാഞ്ചാലി അവഹേളിക്കുകയാണ്. പാഞ്ചാലി അവഹേളിക്കുന്ന സമയത്തും പാഞ്ചാലി ഭർത്താക്കന്മാരെ പേര് വിളിച്ചിട്ടല്ല കരഞ്ഞത്. നിങ്ങൾ കാരണമാണല്ലോ ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഉപാസനാശക്തി തെളിയിച്ചു കൊടുത്തു. പിന്നീട് തന്നെ പണയം വയ്ക്കാൻ ശ്രമിച്ച് ആകെ എല്ലാം നഷ്ടപ്പെട്ടു പോയ പാണ്ഡവരുടെ കൂടെ പാഞ്ചാലി കാട്ടിലേക്ക് പോവുകയാണ്. ഇന്നാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീ പോവുമോ? എന്നിട്ട് ആ പാണ്ഡവരുടെ കൂടെ പോയി അവരെ നയിച്ച് അങ്ങനെ അവരെയും ഒരു ഉപാസനാ ശക്തിയുള്ളവരാക്കി 12 വർഷം കാട്ടിലിരുന്ന് ഭക്ഷണവും കഴിച്ച് കരഞ്ഞിരിക്കാൻ പാഞ്ചാലി അനുവദിച്ചില്ല. ഓരോരുത്തരോടും അവരവരുടെ യുദ്ധാഭ്യാസങ്ങൾ, മുറകൾ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ദിവ്യാസ്ത്രങ്ങളൊക്കെ അവർ നേടി. അവസാനത്തെ ഒരു വർഷം അപ്പോഴും പാഞ്ചാലി വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പാണ്ഡവർക്ക് വേണ്ടി പാഞ്ചാലി ദാസിപ്പണി ചെയ്യേണ്ടി വന്നു ഒരു കൊട്ടാരത്തിൽ, വിരാടൻ്റെ കൊട്ടാരത്തിൽ. അവിടെയാണല്ലോ പാഞ്ചാലിയെ മോഹിച്ചുകൊണ്ട് കീചകൻ കടന്നു വരുന്നത്. പാഞ്ചാലി തളർന്നില്ല. പാഞ്ചാലിക്ക് മനസ്സിലായി ഞാനിത് വളരെ ശ്രദ്ധാപൂർവം ഡീൽ ചെയ്യണമെന്ന്. വളരെ ബുദ്ധിമതിയായിട്ടാണ് പാഞ്ചാലി. ഒട്ടും ഇവൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം, ഇവൻ എൻ്റെ ശരീരത്തിലേക്കാണ് നോക്കുന്നത്, കാമതൃഷ്ണയോടുകൂടിയിട്ടാണ് നോക്കുന്നത്. പാഞ്ചാലി കീചകനോട് പറഞ്ഞു, ശരി. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പാപ്പം ഭീമസേനനെ അറിയിച്ചു. ഭീമസേനൻ പറഞ്ഞു, പാഞ്ചാലി തളരരുത്, ഒരിക്കലും മുഖഭാവം മാറ്റരുത്. കാരണം ഈ ഒരു വർഷം അജ്ഞാതവാസമാണ്. ഇത് പാഞ്ചാലിയാണ്, നമ്മൾ പാണ്ഡവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. വീണ്ടും 12 വർഷം ഇതിനെ നമുക്ക് നേരിടാം. പാഞ്ചാലി അവനെ ഇന്ന് രാത്രി വിളിച്ചോളൂ. പാഞ്ചാലി ഒട്ടും സങ്കോചമില്ലാതെ കീചകനോട് പറഞ്ഞു, നീ വന്നോളൂ. കീചകൻ പാഞ്ചാലിയുടെ അടുത്തേക്ക് വളരെ 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 ഉഷാറായിട്ട് അങ്ങനെ വരികയാണ്. അങ്ങനെ കടന്നു വന്ന് പാഞ്ചാലി ആണെങ്കിലോ കിടക്കുകയാണ് അവിടെ. പാഞ്ചാലി ഒരു പുതപ്പൊക്കെ മൂടി അങ്ങനെ കിടക്കണു. കീചകൻ വന്ന് അടുത്ത് കിടന്നു. അത്രേ കീചകൻ ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് കീചകൻ്റെ ശവമാണ്. കീചകൻ അവിടെ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു. അപ്പോൾ ഈ തരത്തിലത് ഡീൽ ചെയ്യാൻ പാഞ്ചാലിക്ക് സാധിച്ചതിന് കാരണം വളരെ പക്വതയോടെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചും വേണ്ടത് തീരുമാനിച്ചും എടുത്തും അങ്ങനെ അത് ഡീൽ ചെയ്യാൻ പറ്റി. ഇന്നൊട്ടുമുക്കാൽ പെൺകുട്ടികൾ തകരുന്നതിന് കാരണം എന്താ അറിയൂ? തൻ്റെ വിഷമം മറ്റുള്ളവരോട് പറഞ്ഞാൽ താൻ മോശക്കാരിയാവില്ലേ? തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. ഇത് അച്ഛനമ്മമാരോട് പറഞ്ഞാൽ അവർക്ക് വിഷമം വരും. ബന്ധുക്കളോട് പറഞ്ഞാൽ അവരെ മുന്നിൽ ഞങ്ങൾ പരിഹാസ കഥാപാത്രങ്ങളാവും. നോക്കൂ, തകരാതിരിക്കൂ. അപ്പോൾ ആരോട് പറയണം? ആ ഒരു വിവേകം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉപാസനാ ശക്തി വേണം. അപ്പോൾ നമുക്ക് പറയേണ്ട ആളുകൾ, ഇന്ന ആളോട് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമാണ്. നോക്കൂ, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ധർമ്മപുത്രനോട് പറയായിരുന്നില്ലേ? അർജുനനോട് പറയായിരുന്നില്ലേ? അർജുനനാണ് ശരിക്കും പാഞ്ചാലിയെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ പാഞ്ചാലിക്കറിയാം ഇത് അവർക്കൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഭീമസേനൻ തന്നെയാണ്. അതുപോലെ
നമുക്ക് ഉപാസനാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ആരിൽ നിന്നാണോ ഒരു അഡ്വൈസ് കിട്ടേണ്ടത് അവരുമായി നമ്മൾ കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയേ പറ്റുള്ളൂ. രാമായണം അതാ നമ്മളെ പഠിപ്പിക്കണം. സീതാദേവി പോയിട്ട് കരഞ്ഞിരിക്കുന്ന രാമനെയല്ല നമ്മൾ കാണുന്നത്, മുന്നോട്ട് നീങ്ങുന്ന രാമൻ. ആ രാമന് വഴി കാണിക്കാൻ അതാ ഒരു ഭാഗത്ത് വയറ് മുഴുവൻ തലയായിട്ട് നിൽക്കുന്ന ഒരാൾ, അവിടുന്ന് പിന്നീട് പോയി ശബരീദേവി, കാട്ടിൽ വസിക്കുന്ന ശബരീദേവി, അവിടുന്ന് പോയിട്ട് പിന്നെ കിഷ്കിന്ധയിലുള്ള ഭാര്യ സുഗ്രീവൻ ഭാര്യയെ വധിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോയി ലങ്കയിൽ പോകുന്ന വഴിക്ക് സമ്പാദി, അങ്ങനെ ഓരോരുത്തരായിട്ട് വഴി കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ ആ പ്രതിസന്ധി തീർന്നത്. നമ്മൾ രാമായണം വായിക്കുമ്പോൾ അതിൽ ഓരോ കഥാപാത്രം പ്രധാനമല്ലേ. സമ്പാദി എന്നൊരു പക്ഷി വാനരന്മാർക്ക് സീതാദേവി എവിടെ ഇരിക്കുന്നു എന്നൊന്ന് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ രാമായണം ഉണ്ടാവില്ല. ഒരു പക്ഷിയുടെ പങ്ക് നോക്കൂ നിങ്ങൾ. ഇതുപോലെ വിഭീഷണൻ എന്നൊരു കഥാപാത്രം അപ്പുറത്തില്ലായിരുന്നെങ്കിൽ രാമായണം കഥ പൂർണ്ണമാവില്ല. വിഭീഷണൻ്റെ പത്നിയും പുത്രിയും സീതാദേവിയോടൊത്തുണ്ടായിരുന്നില്ല എങ്കിൽ രാമായണം പൂർണ്ണമാവുകയില്ല. കാരണം സീതാദേവി അതിനു മുമ്പ് തീർന്നിട്ടുണ്ടാവും. എവിടെയൊക്കെയോ അനുഗ്രഹിക്കാൻ, വഴി കാണിക്കാൻ, പ്രചോദനം കൊടുക്കാനുള്ള ആളുകൾ. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ആരും നമ്മുടെ കൂടെയില്ല, നമ്മുടെ ജീവിതം തളരാനുള്ളതാണ്, തകരാനോ അനുവദിക്കരുത്. അതിനാണ് ചില കൃത്യനിഷ്ഠകളും ഉപാസനകളും. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇത് രാവിലെ ഒരു 108 പ്രാവശ്യം, വൈകുന്നേരം 108. ഇതൊരു ശീലമാക്കുക. ഈ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ എന്തിനാ പറഞ്ഞു വെച്ചാൽ 4 ശക്തി നമ്മളിലുണ്ടാകാൻ. ഒന്നാമത്തെ ശക്തി നമ്മളിലുണ്ടാവേണ്ടത് ക്ഷമാശക്തി. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നല്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശാന്തമാക്കുക. ഒരു ആൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായാലേ എന്താണ് ആ മനസ്സിൽ നടക്കുന്ന പ്രക്ഷുബ്ധതയ്ക്ക് കാരണം, അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ പ്രക്ഷുബ്ധരായാൽ, നമ്മൾ പൊട്ടിത്തെറിച്ചാൽ പ്രശ്നം സങ്കീർണമാവും, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. അപ്പോൾ ഒന്നാമത്തെ ക്ഷമാശക്തിയാണ് അമ്മയെ നാരായണ, ദേവി നാരായണ. ദേവി എന്ന് പറഞ്ഞാൽ ദൈവീക ശക്തി. നമ്മുടെ ദൈവീക ശക്തി കൊണ്ട് അടുത്ത ആളുടെ മനസ്സിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ അവരുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെയൊക്കെ, നോട്ടത്തിലൂടെയൊക്കെ അറിയാനുള്ള കഴിവ്, ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്. ഏത് പ്രശ്നവും ചില ചേഷ്ടകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ മുഖഭാവങ്ങളിലൂടെ, കണ്ണുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കഴിവുണ്ട്. അതിനൊരു ദൈവിക ശക്തി സ്ത്രീകളിലുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആരെങ്കിലും തന്നെ ഉപദ്രവിക്കുന്ന ഒരു ചുറ്റുവട്ടത്ത് വന്നാൽ തന്നെ സ്ത്രീ അസ്വസ്ഥതയാവും, അവർ മാറി നിൽക്കും. ധാരാളം സ്ത്രീകളത് പറയാറുണ്ട്. കാരണം അവരിൽ ആണുങ്ങളെക്കാൾ ഇത്തരത്തിലുള്ള ചില സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. മൂന്നാമത്തത് ലക്ഷ്മി നാരായണ. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഐശ്വര്യം. അതെപ്പോഴാണ്? നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശരിയായ മാർഗങ്ങൾ, പരിഹരിക്കാനുള്ള വഴികൾ കാണുമ്പോൾ. അവിടെയാണ് ജീവിതം ഐശ്വര്യമാവുന്നത്. അല്ല കുറേ സമ്പത്ത് കിട്ടിയത് കൊണ്ട് ഐശ്വര്യമാവില്ല. നമ്മൾ പോകുന്ന മാർഗം, അത് നമുക്ക് പ്രതിസന്ധികളെ നേരിടാൻ, നമുക്ക് മുന്നോട്ട് പോവാൻ നല്ലൊരു മാർഗം കാണുന്നുവെങ്കിൽ ആ മാർഗമാണ് ഏറ്റവും ഐശ്വര്യം. പോകുന്ന വഴിയാണ് ഐശ്വര്യം. അതിങ്ങനെ സന്തോഷമായി, സംതൃപ്തിയോടെ, ധൈര്യത്തോടെ, കരുത്തോടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ സുഖം വേറൊന്നിലും കിട്ടില്ല. നാലാമത്തതാണ് ഭദ്രേ നാരായണ. എല്ലാം ഭദ്രമായി, ഒറ്റക്കെട്ടായി, ഐക്യത്തോടെ നിലനിർത്താനുള്ള ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ക്ഷമ, മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള കഴിവ്, നേർവഴിക്ക് നയിക്കാനുള്ള 3ാമത്തെ കഴിവ്, എല്ലാം ഭദ്രമാക്കി വയ്ക്കാനുള്ള കഴിവ്, ഭദ്രമാക്കി കൊണ്ടുപോകാനുള്ള കഴിവ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ രാഗദ്വേഷങ്ങൾ നമുക്കൊരിക്കലും ഒരു പ്രതിസന്ധിയായിത്തീരില്ല. ഈ ഒരു ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുഴുവനായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും
നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.